നമസ്കാരം, എൻ്റെ പേര് രശ്മി വരുൺ. മാർക്കൻഡ വെബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പ്യുവർ കാഞ്ചീപുരം ടിഷ്യൂ കാഞ്ചീപുരം സാരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം ബ്രൈഡ്സിനും അതുപോലെ തന്നെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്കും ഒക്കെ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് വീണ്ടും കല്യാണ സീസൺ വരാനുള്ള സമയമായി. സോ എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷനാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ സാരി കണ്ടു നോക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വീവ് ചെയ്തിട്ടുള്ള ഒരു ടിഷ്യൂ കാഞ്ചീപുരം സാരിയാണിത്. ആൻഡ് ഇതിൻ്റെ ഒരു പാറ്റേൺ ആണെങ്കിലും വീവിങ് സ്റ്റൈൽ ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. ഈ സാരിയുടെ ബോഡിയിൽ നമുക്ക് ഗോൾഡും അതുപോലെ തന്നെ പിങ്കും മിക്സ് ചെയ്ത ഒരിതും ഫുൾ ഗോൾഡ് മിക്സ് ചെയ്ത് വരുന്ന ഒരു രീതിയിലും വരുന്ന ലഹരിയ പാറ്റേൺ ആണ് സാരിയുടെ ബോഡിയിൽ ഫുള്ളായിട്ട് വീവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പിങ്ക് കളറാണ് അതിൽ വീവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഗോൾഡ് എന്താ പറയുന്നത്, ഒരുപാട് യെല്ലോയിഷ് ഗോൾഡ് അല്ല, ഒരു വൈറ്റ് ഗോൾഡ് പോലെയുള്ള ഗോൾഡാണ്. ഇടവിട്ട് നമുക്ക് ഈ ബ്രഷ് പെയിൻറ്റിങ് പാറ്റേൺസ് വരാറില്ലേ, അതുപോലെ ഫുൾ ഗോൾഡൻ ടിഷ്യൂവിൽ വീവ് ചെയ്തിട്ടാണ് ഈ സാരി വന്നിരിക്കുന്നത്. ആൻഡ് അതിൽ ഫ്ലോറൽ പാറ്റേൺ ഇടവിട്ട് ഈ രണ്ട് കളേഴ്സിൻ്റെയും ഇടയ്ക്കായിട്ട് ഇടവിട്ട് ഫ്ലോറൽ പാറ്റേൺ ആ ഒരു ലഹരിയിൽ പോകുന്നുണ്ട്. അതിൻ്റെ സൈഡ്സിലായിട്ട് മീനാകാരി വീവിങ് പിങ്ക് കളറിൽ വരുന്ന പോലെയാണ് ഇതിൻ്റെ ബോഡിയിലുള്ള പാറ്റേൺ വീവിങ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സാരിയുടെ ബോർഡേഴ്സ് തന്നെയാണ്. ബോർഡേഴ്സ് ഒരു പിങ്കിഷ് പീച്ച് കളറിൽ, അതായത് ഓറഞ്ച്, ഒരു പീച്ചിഷ് ഓറഞ്ചും അതുപോലെ തന്നെ പിങ്കിൻ്റെയും ഡ്യുവൽ ഷെയ്ഡാണ് ഈ സാരിയുടെ ബോർഡേഴ്സിൽ വന്നിരിക്കുന്നത്. താഴത്തെ ബോർഡർ അത്യാവശ്യം നല്ല വിത്തുള്ള ബോർഡറാണ്. അത് നമുക്ക് എന്താ പറയുന്നത്, ഒരു വനസിംഗാരം പോലെയുള്ള പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഫുൾ ഫ്ലോറിലും അതുപോലെ തന്നെ മയിലും ഒക്കെ വരുന്ന രീതിയിൽ നല്ല ഹെവി ആയിട്ട് ഗോൾഡൻ സരിയിൽ വീവ് ചെയ്തിട്ടുള്ള ബോർഡറാണ്. ആൻഡ് എഡ്ജസിൽ നമുക്ക് നല്ല ഡീപ്പായിട്ടുള്ള ഓറഞ്ച് കളറിലുള്ള ജാമുൻ ബോർഡറും വരുന്ന പോലെയാണ് ഈ സാരിയുടെ താഴത്തെ ബോർഡർ വരുന്നത്. ആൻഡ് താഴത്തെ ബോർഡറിൻ്റെ ഒരു ചെറിയ വേർഷനാണ് നമുക്ക് മുകളിൽ വരുന്നത്. അത് ചെറിയ ബോർഡറാണ്, ഒരു 4 ഇഞ്ചോളം വരുന്ന ബോർഡറാണ്. സെയിം താഴത്തെ ബോർഡറിൻ്റെ സെയിം കളർ, ആ ഒരു ഓറഞ്ചിഷ് പീച്ചും അതുപോലെ തന്നെ പിങ്ക് കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഡ്യുവൽ ഷെയ്ഡാണ്. എഡ്ജസിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓറഞ്ച് കളറിലുള്ള ജാമുൻ ബോർഡറും വരുന്നുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ വരുന്ന സാരിയാണ്. ഈ സാരി കൊടുത്ത് വരുമ്പോൾ വളരെ എന്താ പറയുന്നത്, ഒരു സ്റ്റാൻഡ് ഔട്ട് പീസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ആൻഡ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. പല്ലുവിൽ നമുക്ക് ആ ബോഡിയിൽ പോയിക്കുന്ന സെയിം ആ ഒരു പിങ്കിഷ് ടോൺ ആണ് പോയിക്കുന്നത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ആ ഒരു ഗോൾഡൻ സെരിയിലുള്ള ട്രഡീഷണൽ പാറ്റേണിൻ്റെ ഹെവി വീവിംഗ് ആണ് നമുക്ക് പല്ലുവിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് കണ്ടു നോക്കാം. ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം സാരിയുടെ ബോഡിയിൽ പോയിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് സാരിയുടെ ബോഡിയിൽ നമുക്ക് ആ ഗോൾഡിൽ ഇടവിട്ട് പോയിട്ടുള്ളത്. ആ ഒരു ഗോൾഡും അതുപോലെ തന്നെ പിങ്ക് ടിഷ്യൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ബോഡിയും സാരിയുടെ സെയിം ബോർഡേഴ്സുമാണ് ഈ സാരിയുടെ ബ്ലൗസ് പീസിൽ വന്നിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണിത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലും ആണ് ഇതിൻ്റെ വീവിങ് വന്നിട്ടുള്ളത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 19,500 റുപ്പീസാണ്. അടുത്തത് വീണ്ടും വളരെ ബ്യൂട്ടിഫുള്ളും അതുപോലെ തന്നെ ഡിഫറെൻറ്റും ആയിട്ടുള്ള ഒരു കളറിൽ വരുന്ന ടിഷ്യൂ കാഞ്ചീപുരം സാരിയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്, വളരെ അൺകോമൺ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. ഒരു അക്വാ ബ്ലൂവും അതുപോലെ തന്നെ ഗ്രീനിൻ്റെയും കോമ്പിനേഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബോഡി ഫുള്ളായിട്ട് ആ ഒരു അക്വാ ഗ്രീനും ഗോൾഡൻ ടിഷ്യൂടെ മിക്സ്ഡ് ആയിട്ടാണ് ബോഡി വീവിങ് വന്നിരിക്കുന്നത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് സിൽവർ ജരിയിലുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ് സാരിയുടെ ബോഡിയിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ഫുൾ ബോഡിയിൽ ഈ ഒരു പാറ്റേൺ ആണ്. അത്ര കോമൺ അല്ലാത്ത ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഇതിനകത്ത് വീവ് ചെയ്ത് വന്നിരിക്കുന്നത്. വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ട് വീവ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ആൻഡ് ബോർഡേഴ്സ് സാരിയുടെ രണ്ട് സൈഡിലും നമുക്ക് സെയിം സൈസിലുള്ള ബോർഡേഴ്സാണ് വരുന്നത്. മീഡിയം സൈസിലുള്ള ബോർഡേഴ്സാണ്. അതൊരു അക്വാ ബ്ലൂവിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഗോൾഡൻ സെരിയിലുള്ള ട്രഡീഷണൽ പാറ്റേൺ വീവിങ് വരുന്ന ബോർഡേഴ്സാണ് രണ്ട് സൈഡിലും വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സാരിയുടെ പല്ലു വരുന്നത് വീണ്ടും ആ സാരിയുടെ ബോഡിയുടെ സെയിം കളറിൽ തന്നെയാണ്. ആ ഒരു ഗ്രീനിൽ ടിഷ്യൂ മിക്സ് ആയിട്ട് വരുന്ന ബോഡിയും അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ട്രഡീഷണൽ പാറ്റേണിൽ ഹെവി ആയിട്ട് വീവ് ചെയ്തിട്ടുള്ള ഒരു പല്ലുവാണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സെൽഫ് ഷെയ്ഡിൽ തന്നെയാണ്. ബോഡിയിൽ വീവിംഗ് ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് ടിഷ്യൂവും ആ ഒരു അക്വാ ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ബോഡിയും സാരിയുടെ സെയിം ബോർഡേഴ്സും വരുന്നതാണ് ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. വളരെ ഭംഗിയുള്ള ഒരു കളറാണ്, നമുക്ക് കോമൺ ആയിട്ട് അങ്ങനെ കാണാൻ കിട്ടാത്ത ഒരു കളറാണ്. സിംഗിൾ ഷെയ്ഡ്സിൽ ടിഷ്യൂ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്. കോൺട്രാസ്റ്റ് വരാതെ സിംഗിൾ ഷെയ്ഡിൽ വരുന്ന സാരീസ് ഉണ്ട്, അങ്ങനെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 18,500 ആണ്.
അടുത്ത സാരി വരുന്നത് വീണ്ടും ഇപ്പോൾ കുറേ നാളായിട്ട് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കളർ ചോയ്സ് ആണ്. നമ്മളുടെ ടിഷ്യൂവിൽ പിങ്ക് വരുന്ന സാരി, ഒരു റാണി പിങ്ക് ടിഷ്യൂ ഷെയ്ഡ്, റാണി പിങ്കോ മജന്തയോ പറയാവുന്ന ഒരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. പിന്നെ ഈ ഒരു ഷെയ്ഡ്സ് ഇപ്പം അഹാന ഒക്കെ കൊടുത്തിട്ട് അവർ കുറച്ചുകൂടെ പേസ്ലി ഷെയ്ഡാണ് യൂസ് ചെയ്തത്. ഇത് കുറച്ചുകൂടെ ഡീപ്പറായിട്ടുള്ള ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ്സ് അത്യാവശ്യം നല്ല ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സാരിയുടെ ബോഡിയിൽ നമുക്ക് ടിഷ്യൂ, ഗോൾഡ് ടിഷ്യൂവും അതുപോലെ തന്നെ പിങ്ക് കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണിത്. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് സിൽവർ ജരിയിൽ, സിൽവർ അങ്ങനെ ഭയങ്കരമായി എടുത്ത് കാണാത്ത രീതിയിൽ, ബിക്കോസ് ഗോൾഡിൻ്റെ എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സിൽവർ കൊടുത്താലേ കാണുകയുള്ളൂ. സിൽവർ ജരിയിൽ വരുന്ന ഒരു ക്രിസ് ക്രോസ് പാറ്റേണും അതിൻ്റെ ഉള്ളിലായിട്ട് ഫ്ലോറൽ പാറ്റേണും വരുന്ന രീതിയിലാണ് വീവിങ് ബോഡിയിൽ വന്നിട്ടുള്ളത്. ആൻഡ് ബോർഡേഴ്സ് വരുന്നത്, താഴത്തെ ബോർഡർ മൾട്ടി ലെയേർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് റാണി പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അഗെയിൻസ്റ്റ് ഗോൾഡൻ ജരിയിലുള്ള ട്രഡീഷണൽ പാറ്റേൺസിൻ്റെ മൾട്ടി ലെയേർഡ് ബോർഡറാണ് വരുന്നത് താഴത്ത്. ആൻഡ് മുകളിൽ നമുക്കൊരു 4 ഇഞ്ചോളം വരുന്ന ട്രഡീഷണൽ പാറ്റേൺ ബോർഡർ തന്നെയാണ് മുകളിലും വരുന്നത്. ഇനി സാരിയുടെ പല്ലു കണ്ടു നോക്കാം. ഈ ഒരു സാരിയുടെ പല്ലു വരുന്നത് വീണ്ടും നല്ല ഹെവി ആയിട്ടുള്ള പല്ലുവാണ്. ആ ഒരു ഗോൾഡും പിങ്കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ബോഡിയും അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നല്ല ഹെവി ആയിട്ട് വരുന്ന ലഹരിയ പാറ്റേൺസും ട്രഡീഷണൽ റെട്ടത്തലി പക്ഷി പാറ്റേണും ഒക്കെ വരുന്ന രീതിയിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു പല്ലുവാണ്. ആ ഒരു ഗോൾഡൻ റാണി പിങ്ക് ആൻഡ് ഗോൾഡൻ ടിഷ്യൂവിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഗോൾഡൻ സാരിയിലുള്ള വീവിംഗ് ആണ് വരുന്നത്. ആൻഡ് ഈ ഒരു സാരിയുടെ ബ്ലൗസ് കണ്ടു നോക്കാം. ബ്ലൗസും നമുക്ക് ആ പല്ലുവിൽ വരുന്ന സെയിം ഷെയ്ഡാണ്. ബോഡി പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ടിഷ്യൂവും പിങ്കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന പ്ലെയിൻ ബോഡിയും സാരിയുടെ സെയിം ബോർഡേഴ്സുമാണ് വരുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 18,500 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് സാരി കണ്ടു നോക്കാം. വീണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. ബ്രൗൺ ഷെയ്ഡിലാണ്, നല്ല ഡീപ്പായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു ടിഷ്യൂ കാഞ്ചീപുരം സാരിയാണ്. ടിഷ്യൂ കാഞ്ചീപുരം സാരീസിൽ അങ്ങനെ കോമൺ ആയിട്ട് കാണാത്ത ഒരു കളർ കോമ്പിനേഷനാണിത്. ബോഡി കളർ നമുക്ക് വരുന്നത് ഗോൾഡൻ ടിഷ്യൂവും അതുപോലെ തന്നെ ബ്രൗണും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ബോഡിയിലുള്ള ബേസ് ബോഡി കളർ വന്നിരിക്കുന്നത്. അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫ്ലോറൽ പാറ്റേൺ സിൽവർ ജരിയിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പാറ്റേൺസ് ആണ് ബോഡിയിൽ ഫുള്ളായിട്ട് വീവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഡീപ്പർ ഷെയ്ഡ്സ് വേണം എന്ന് ആഗ്രഹമുള്ളവർക്ക്, ടിഷ്യൂവിൽ തന്നെ ഡീപ്പർ ഷെയ്ഡ്സ് വേണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു ചോയ്സാണ്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കണം, അധികം ആരും കൊടുത്ത് കണ്ടിട്ടില്ലാത്ത കളർ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ചോയ്സാണ്. ആൻഡ് ബോർഡേഴ്സ് നമുക്ക് ആ ഒരു ഡീപ്പ് ബ്രൗൺ ഷെയ്ഡിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഗോൾഡൻ ജരിയിലുള്ള ട്രഡീഷണൽ പാറ്റേൺ വീവിംഗ് ആണ്. സാരിയുടെ 2 സൈഡിലെയും ബോർഡർ വന്നിരിക്കുന്നത് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ്. ആൻഡ് ഇനി സാരിയുടെ പല്ലു കണ്ടു നോക്കാം. ഈ ഒരു സാരിയുടെ പല്ലു വരുന്നത് വീണ്ടും ആ ഒരു ഗോൾഡൻ ടിഷ്യൂവും അതുപോലെ തന്നെ ബ്രൗണൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന പല്ലുവാണ്. അതിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പാറ്റേൺസ് വെച്ച് വീവ് ചെയ്തിട്ടുള്ള ഒരു ഹെവി പല്ലുവാണ്. ഗോൾഡൻ ജരിയിലുള്ള വീവിംഗ് ആണ് ഫുള്ളായിട്ട് പല്ലുവിൽ വന്നിട്ടുള്ളത്. ഈ സാരിയുടെ ബ്ലൗസ് പീസ് കണ്ടു നോക്കാം. ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് വീണ്ടും ആ ഒരു ബ്രൗണും ഗോൾഡും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ടിഷ്യൂവിലുള്ള പ്ലെയിൻ ബോഡിയും അതുപോലെ തന്നെ സാരിയുടെ സെയിം ബോർഡേഴ്സുമാണ് ബ്ലൗസിൽ പോയിട്ടുള്ളത്. നമുക്കിതിന് വേണമെങ്കിൽ പ്ലെയിൻ ബ്രൗണിലുള്ള ബ്ലൗസ് എടുത്തിട്ട് ചെറിയ വർക്കൊക്കെ കൊടുത്ത് ചെയ്താലും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആൻഡ് ഈ ഒരു സാരിയുടെയും പ്രൈസ് വരുന്നത് 18,500 റുപ്പീസ് തന്നെയാണ്. സോ ഇന്നത്തെ നമ്മളുടെ കളക്ഷനിലെ ലാസ്റ്റ് സാരിയാണിത്. അതിലേതെങ്കിലും സാരീസ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതിലേക്ക് ഒരു മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ നമുക്ക് DM ചെയ്യുകയോ ചെയ്താൽ മതി. അതല്ല നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വഴുതക്കാടാണ് ഞങ്ങളുടെ സ്റ്റോർ വരുന്നത്. അവിടേക്ക് നേരിട്ട് വന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക്